കേരള PSC 2020 മുതൽ 25 വരെ ചോദിച്ച 500-ലധികം മുൻകാല ചോദ്യങ്ങളിലൂടെ, മുൻകാല ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ വർഷവും ചോദിച്ച ചോദ്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ട് ഭരണഘടന ഉറപ്പിക്കുക. 10th ലെവൽ എക്സാമുകൾക്ക് അതിൻ്റെ 5 മാർക്കും ഉറപ്പിക്കുക, മറ്റ് എക്സാമുകൾക്കും നിങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങൾ ഉറപ്പിക്കുക എന്നുള്ള ഒരു പങ്ക്തിയാണിത്, ഒരു മാരത്തോൺ. ഇതിനു മുമ്പ് 2 ക്ലാസ് കഴിഞ്ഞു. ഇത് 3ാമത്തെ ക്ലാസ്സാണ്. ആ 2 ക്ലാസ്സും നമ്മുടെ പ്ലേലിസ്റ്റിൽ കിട്ടും. 17 മുതൽ 18 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കാം. അങ്ങനെ 5 മാർക്കും ഉറപ്പിക്കാം. നോക്കൂ, 18 മണിക്കൂറിന്റെ ക്ലാസ് കൊണ്ട് 5 മാർക്കും ഉറപ്പിക്കാൻ പറ്റുമെങ്കിൽ, അങ്ങനെ കരുതുകയാണെങ്കിൽ 100 മാർക്ക് ഉറപ്പിക്കാൻ നമുക്ക് 360 മണിക്കൂറാണ് വേണ്ടി വരിക. അത് സാധിക്കുമോ? സാധിക്കില്ല. ഭരണഘടനയ്ക്ക് മാത്രമാണ് ഇത്ര കുറഞ്ഞ നേരം കൊണ്ട് നമുക്കത് ഉറപ്പിക്കാൻ പറ്റുക. ഒന്ന് ശ്രദ്ധിച്ചാൽ ഭരണഘടനയിൽ മാർക്ക് പോരും. ചരിത്രത്തിന് അതൊന്നും നടക്കില്ല. ഇതിൻ്റെയൊക്കെ ഒരു 15-16 ഇരട്ടി സമയം ചെലവഴിച്ചാലാണ് നിങ്ങൾക്ക് അവിടുത്തെ മാർക്ക് കിട്ടുന്നു. ഇത്രയും പരന്നു കിടക്കുകയാണ്. ഇത് സബ്ജക്റ്റ്, ഇത് സിലബസ് കുറവാണ്. പക്ഷെ പലപ്പോഴും അതിലെ ഡേറ്റുകൾ, നമ്പറുകൾ ഇതെല്ലാം കണ്ട് നമുക്ക് മരവിപ്പിക്കും. പക്ഷെ അത് ഓരോന്നും ഉറപ്പിച്ചാണ് നമ്മൾ പോവുക. ഇത് മാത്രമല്ല, ഇത് 1-2 ദിവസങ്ങൾ ഇടവിട്ടാണ് ഈ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ പ്രസിദ്ധീകരിക്കുക. അന്ന് പ്രസിദ്ധീകരിക്കുന്നെന്ന് ഇതിൻ്റെ ഡീറ്റെയിൽ നോട്ട് കിട്ടും. നിങ്ങൾ ആ ഡീറ്റെയിൽ നോട്ട് നിങ്ങളുടേതായ രീതിയിൽ കുറിച്ചെടുക്കുക. ക്ലാസ് നടക്കുമ്പോഴും കുറിച്ചെടുക്കുക. അതിന് പറ്റാവുന്ന രീതിയിലാണ് ക്ലാസ് എടുക്കുള്ളൂ. അതുകൂടാതെ നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള ക്വിസ് കിട്ടും. ഇത് പ്രസിദ്ധീകരിക്കുന്ന അന്ന് മുഴുവൻ ഈ 500 ചോദ്യങ്ങളും, അതുകൂടാതെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റാവുന്ന മുൻകാലങ്ങളിൽ അടക്കം ചോദിച്ച 2020 മുൻപേ അടക്കം ചോദിച്ച 2500 ചോദ്യങ്ങളും ഇപ്പോഴത്തെ അപ്ഡേറ്റ്സും അടക്കം 3000 ചോദ്യങ്ങളുടെ ഒരു ക്വിസ് ബാങ്കിൽ നിന്നാണ്, ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നാണ് ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുക. അപ്പം നിലവിൽ നമ്മളതിൽ 23 ചോദ്യങ്ങളെ ആഡ് ചെയ്തിട്ടുള്ളൂ. നാളെയും മറ്റന്നാളുമായിട്ട് ഞാൻ കൂടുതൽ ചോദ്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം എന്താ ഒരു ഗുണം? നിങ്ങൾക്ക് 10 മിനിറ്റ് എടുത്ത് 20 ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്യുക. നിങ്ങൾ ബസ് പോകുമ്പോഴോ വെറുതെ ഇരിക്കുമ്പോഴോ നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരിക്കൊന്നുണ്ട്, റോങ്ങിന് 0.33 ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ചെയ്തതിൻ്റെ ഒരു അനാലിസിസ് നിങ്ങൾക്ക് അവിടെ തന്നെ കിട്ടും, ശരി ഉത്തരം കിട്ടും. അങ്ങനെ നിങ്ങളത് കറക്റ്റ് ചെയ്ത് പോകും. ഈ ഡേറ്റുകളൊക്കെ തന്നെ മെല്ലെ മെല്ലെ ഉറപ്പിക്കും. അത് ഉറപ്പിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ക്വിസും അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടും നമ്മൾ ഭരണഘടനാ ക്ലാസ് പ്രസിദ്ധീകരിക്കുന്ന ദിവസമോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ നമ്മുടെ ഡെയിലി പ്ലാനിൻ്റെ ഭാഗമായി ടെലിഗ്രാം ചാനലിൽ പങ്കുവയ്ക്കും. അതുകൊണ്ട് ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രഘുനാഥൻ MV. വിൻഡോജുവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ തീയതികളിലേക്ക് ആദ്യം പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതും ഇനി കുറച്ച് പുതിയ തീയതികളും കൂടിയുണ്ട്. അത് മുഴുവൻ ഇന്ന് ഉറപ്പിക്കാം. അതിനുശേഷം മലയാളി പ്രാതിനിധ്യത്തെക്കുറിച്ച് ഉറപ്പിക്കാം. അതിനുശേഷം ഭരണഘടനയുടെ സവിശേഷതയും കൂടി ചേർത്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിക്കും. മുഴുവൻ അവസാന സമയം വരെ കാണുക. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ വീഡിയോ പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ തീയതികൾ. ആ തീയതികളിൽ നമുക്കറിയാം 1946 മുതൽ 50 വരെയുള്ള വർഷങ്ങളിലുള്ള വിവിധ തീയതികളാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത്. പക്ഷേ ഈ തീയതികളൊക്കെ തമ്മിൽ വലിയ കണക്ഷൻ ഉണ്ട്, ഓർമ്മിച്ച് വെക്കാൻ എളുപ്പമാണ്. അവിടെ ഭരണഘടനാ നിർമ്മാണ യാത്ര എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് മിഷനിൽ നിന്ന് തുടങ്ങും, നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായതിൽ അവസാനിക്കും. 1950 ജനുവരി 26 അത് അവസാനിക്കും. 1946 മാർച്ച് 23 നിന്ന് നമ്മുടെ യാത്ര തുടങ്ങും. നമ്മൾ യാത്ര തുടങ്ങും കേട്ടോ. മാർച്ച് 23 കറാച്ചിയിൽ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് കാരണമായ ക്യാബിനറ്റ് മിഷൻ പെത്തിക് ലോറൻസും സംഘവും 3 ആളുകൾ, അവരടക്കം പെത്തിക് ലോറൻസ് അടക്കമുള്ള 3 ആളുകൾ കറാച്ചിയിൽ വന്നിറങ്ങുമ്പോഴാണ് നമ്മുടെ ഇന്നത്തെ ഭരണഘടനയുടെ ഒരു എന്താ പറയുക അപ്പത്തെ തുടക്കം. അതിനു മുമ്പും തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ചരിത്രം പിന്നൊരു ക്ലാസ്സിൽ പറയാം. ഇതാണല്ലോ പ്രധാനം പരീക്ഷയ്ക്ക് വരുന്നത്. 1946 മാർച്ച് 23 പെത്തിക് ലോറൻസ് കറാച്ചിയിലാണ് എത്തുന്നത്. പെത്തിക് ലോറൻസ് എവിടെയാണ് എത്തുന്നത്? കറാച്ചിയിൽ. ക്യാബിനറ്റ് മിഷൻ, ആ 3 ആളുകൾ, പെത്തിക് ലോറൻസ് ചെയർമാനായ ക്യാബിനറ്റ് മിഷൻ. പിന്നീട് അവർ ഡൽഹിയിലെത്തുന്നത് മാർച്ച് 31. ഇത് രണ്ടും ഓർക്കണം, രണ്ടും ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെത്തിയ ദിവസം മാർച്ച് 31. കറാച്ചിയിലെത്തിയ ദിവസം, അന്ന് അവിഭക്ത ഇന്ത്യയാണ്, അതുകൊണ്ടാണ് കറാച്ചിയിലെത്തിയത്. കറാച്ചിയിലെത്തിയ ദിവസം മാർച്ച് 23. അങ്ങനെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കപ്പെടുന്നത് നവംബർ മാസത്തിലാണ്.
46 തന്നെ. 1946 നവംബർ മാസത്തിൽ. അതിന്റെ ആദ്യ യോഗം ചേരുന്നത് ഡിസംബർ 9-നാണ്. ഡിസംബർ 9-നാണ് അതിന്റെ ആദ്യ സമ്മേളനം. ഡിസംബർ 9-ന് തിങ്കളാഴ്ചയാണ് ദിവസം, ഓർത്തിരിക്കണം. 11 മണിയാണ്. നോക്കൂ, 9-11 വലിയ നമ്പറാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ഒരുപാട് നമ്പറുകൾ ഈ നമ്പറിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കണം. കണക്ഷൻസ് ആർ മെമ്മറീസ്. കണക്ഷൻസ് ആണ് ഓർമ്മകൾ എന്ന് പറയുന്നത്. ഒരു നൂല് എടുത്താൽ അതിൽ കോർത്ത് പോരുന്നത് പോലെ നിങ്ങൾ ഓർക്കുക. അതിലൊരു ലോജിക് ഉണ്ടായിരിക്കുക, അതിലൊരു സ്റ്റോറി ഉണ്ടായിരിക്കുക, ഒരു കഥ ഉണ്ടായിരിക്കുക. കാരണം ആളുകൾ ഓർക്കുന്നത് ബുദ്ധി കൊണ്ടല്ല എന്ന് പറയും. ബുദ്ധി കൊണ്ടല്ല, സ്റ്റോറി കൊണ്ടാണ്, ഹൃദയം കൊണ്ടാണ്. അതിൽ ഒരു കഥയുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ശ്രദ്ധിച്ചിരിക്കുകയും നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യും. നമ്മൾ ആ അപ്രോച്ച് തന്നെയാണ് ഇവിടെയും എടുക്കുന്നത്. അപ്പോൾ ഡിസംബർ 9-ന് ആദ്യ സമ്മേളനം, തിങ്കളാഴ്ച 11 മണി. താൽക്കാലിക അധ്യക്ഷനായി സച്ചിദാനന്ദ സിൻഹയെ തെരഞ്ഞെടുത്തു. ഡിസംബർ 11-ന് രാജേന്ദ്ര പ്രസാദ് സ്ഥിരം അധ്യക്ഷൻ. 9-ാം തീയതി തിങ്കളാഴ്ച 11 മണി താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ. അതേ 11, 2 ദിവസം കഴിഞ്ഞ 11 വീണ്ടും ആവർത്തിച്ചു വരുന്നു. അന്ന് സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സന്തോഷിക്കാൻ അടുത്ത വകയുണ്ട്. 2 ദിവസം കൂടി കൂട്ടിയാൽ നമുക്ക് ഡിസംബർ 13 ഓർത്തു വെക്കാം. ഡിസംബർ 13-ന് ലക്ഷ്യപ്രമേയം നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗീകരിക്കുന്നു. ആ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായിട്ട് മാറുന്നത്. എന്തെല്ലാം ചോദ്യങ്ങൾ കിട്ടിയവിടെ? ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതാര്? ജവഹർലാൽ നെഹ്റു. ആമുഖം എഴുതിയതാര്? ജവഹർലാൽ നെഹ്റു. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതാര്? ജവഹർലാൽ നെഹ്റു. ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. 3 ചോദ്യത്തിനും ഒരൊറ്റ ഉത്തരമാണ്. ജവഹർലാൽ നെഹ്റു. കണക്ട് ചെയ്യൂ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ആമുഖമായി മാറിയത്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് പിന്നീട് നമ്മുടെ പ്രിമ്പിളായിട്ട് മാറുന്നത്. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ അടങ്ങുന്നതാണ്. ബേസിക് പ്രിൻസിപ്പിൾ അടങ്ങുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ആമുഖത്തിലാണ്. ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ടത് ഒരൊറ്റ തവണയാണ്. അത് നിങ്ങൾക്കറിയാം, 42ാം ഭേദഗതിയാണ്. ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ടത് ഒറ്റത്തവണ. 9 ആദ്യ സമ്മേളനം, സച്ചിദാനന്ദ സിൻഹ താൽക്കാലിക അധ്യക്ഷൻ. 11 രണ്ടാം സമ്മേളനം, രാജേന്ദ്ര പ്രസാദ് പിന്നീട് അധ്യക്ഷൻ. വീണ്ടും 2 ദിവസം കഴിഞ്ഞാൽ 13-നോടൊരു 10 കൂട്ടിയാൽ 23-ലെത്തി. 23-ലൂടെ ആദ്യ സമ്മേളനം അവസാനിക്കുന്നു. ആദ്യ സമ്മേളനം, ഫസ്റ്റ് സെഷൻ അവസാനിക്കുന്നു. 9, 11, 13, 23. ഒന്ന് ശ്രമിച്ചാൽ നമ്മുടെ മനസ്സിൽ വരില്ലേ? സോ എന്തെല്ലാമാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സമ്മേളനത്തിന്റെ ദിവസങ്ങൾ? ആ സമ്മേളനത്തിന്റെ ദിവസങ്ങൾ എന്ന് പറയുന്നത് 1946 മാർച്ച് 23. ആ കിടക്കണു ഇവിടെ. ഡിസംബർ 23 വേറെ കിടക്കുന്നുണ്ടല്ലേ. ആദ്യ സമ്മേളനം അവസാനിക്കുന്ന ഡേറ്റ് മാർച്ച് 23. മാർച്ച് മാസം എന്ന് പറഞ്ഞാൽ 3ാമത്തെ മാസം, അതും 9-ന്റെ ഗുണിതമാണ്. അവസാനിക്കുന്ന മാസം ഡിസംബർ 12, അതും 3-ന്റെ ഗുണിതമാണ് അല്ലേ? ഏതൊക്കെ ഗുണിതമാണ്? മാസങ്ങൾ. മാർച്ച് 3-ന്റെ ഗുണിതമാണ്. അവസാനിച്ച ഡിസംബർ 3-ന്റെ ഗുണിതമാണ്. 3 ഡിസംബർ. അപ്പൊ മാർച്ച് 23-ന് ക്യാബിനറ്റ് മിഷൻ എവിടെ എത്തി? കറാച്ചിയിലെത്തി. എവിടെ എത്തിയത്? കറാച്ചി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നാ എത്തുന്നത്? 31-ന് ഡൽഹിയിലെത്തി. 31-ന് ഡൽഹിയിലെത്തി ക്യാബിനറ്റ് മിഷൻ. അത് കഴിഞ്ഞാൽ നമ്മൾ നവംബർ മാസം 1946 തന്നെ നിങ്ങൾ ഓർക്കേണ്ട മാസം ഏതാണ്? അത് നവംബർ മാസമാണ്. എന്താണ് നവംബർ മാസത്തിൽ നടക്കുന്നത്? നവംബർ മാസത്തിൽ സംഭവ ബഹുലമാണ്, പക്ഷേ ഓർത്തു വെക്കാൻ വളരെ എളുപ്പമാണ്. നവംബർ മാസം നടക്കുന്നത് എന്താ? നവംബർ മാസം 9 ഉണ്ട്, 11 ഉണ്ട്, 13 ഉണ്ട്, 23 ഉണ്ട് അല്ലെ? 9 ഉണ്ട്, പിന്നെ ഏതാണുള്ളത്? 11 ഉണ്ട്. നവംബർ മാസത്തിൽ 9 ഉണ്ട്, 11 ഉണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും 13 ഉണ്ട്. പിന്നെ ഒരൊറ്റ ചാട്ടമാണ് എവിടേക്ക്? 23-ലേക്ക്. 10 ദിവസത്തെ 23. ഓർത്തു വെക്കേണ്ട ഡേറ്റ് ആണ് 9-ാം തീയതി. ആ 9-ാം തീയതിയാണ് ആദ്യ സമ്മേളനം. ആദ്യ സമ്മേളനം നടക്കുന്ന മണി എത്രയാ? അത് 11 മണിയാണ്. എന്നാ തിങ്കളാഴ്ചയാണ്.
ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട താൽക്കാലിക അധ്യക്ഷൻ ആരാണ്? അത് സച്ചിദാനന്ദ സിൻഹയാണ്. സച്ചിദാനന്ദ സിൻഹ. പിന്നെ വരുന്നത് ഏതാ? 11-ാം തീയതി. 11-ാം തീയതി സ്ഥിരം അധ്യക്ഷൻ അതാരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അത് കഴിഞ്ഞാൽ 13. അതെന്താ? ലക്ഷ്യപ്രമേയം, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ആ ലക്ഷ്യപ്രമേയം ആരാണ് അവതരിപ്പിക്കുന്നത്? അത് ജവഹർലാൽ നെഹ്റു ആണ്. ആ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? ആമുഖമായിട്ട് മാറുന്നത്. അപ്പൊ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു. അത് ഡിസംബർ 13-നാണ്. പിന്നെ 23 ദിവസം കഴിഞ്ഞ 23-ാം തീയതി 10 ദിവസം കഴിഞ്ഞാലോ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സെഷൻ അവസാനിച്ചു. കഴിഞ്ഞു. നവംബറിലെ ദിവസങ്ങൾ ഇത് നവംബറിൽ എന്താണ്? ഒരു മിനിറ്റ്. നവംബറിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. ഇതോർക്കുക, ഇത് ഡിസംബർ മാസമാണേ. പറയുമ്പോൾ അറിയാതെ ഓർന്നു പോയത്. ഡിസംബറിലാണ് ഇത് നടക്കുന്നത്. ഇപ്പോ നമ്മൾ 1946 കഴിഞ്ഞു കേട്ടോ. 1946 കഴിഞ്ഞു. 1946 മാർച്ച് 23-ന് ക്യാബിനറ്റ് മിഷൻ കറാച്ചിയിലെത്തി. 31-ാം തീയതി ഡൽഹിയിലെത്തി. നവംബറിൽ ഭരണഘടനാ നിർമ്മാണ സഭ. ഡിസംബർ 9, 11, 13, 23. ഓർത്തു വെക്കാൻ എളുപ്പമാണ്. 9, 2, 11, 11, 2, 13, 13, 10, 23. ദാറ്റ്സ് ആൾ. സെറ്റായില്ലേ? സെറ്റായ കമന്റിലൊക്കെ ഒന്ന് പറയാം. അടുത്ത ഡേറ്റിലേക്ക് പോകാം. അടുത്ത ഡേറ്റ് എന്താണ്? അടുത്ത ഡേറ്റിലേക്ക് നമുക്ക് പോകാം. അടുത്തത് ജനുവരി ആണല്ലോ അല്ലേ? കാരണം ഡിസംബർ കഴിഞ്ഞു, ജനുവരി ആയി. 1947. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ പുലരിയിലേക്ക് പിറക്കുന്ന വർഷമാണത് 47 എന്ന് പറയുന്നത്. അതുവരെയുള്ള ബ്രിട്ടീഷ് നുഖത്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് ആ നുഖം വലിച്ചെറിഞ്ഞുകൊണ്ട് നെഹ്റുവിന്റെ കാവ്യാത്മകമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ 1947 അർദ്ധരാത്രി. ആ അർദ്ധരാത്രിയിൽ എന്ത് ചെയ്യുകയാണ്? ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ അതിൻ്റെ പുലരിയിലേക്ക് പിറക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന്റെ പുലരിയിലേക്ക് പിറക്കുകയാണ്. അതിനെക്കുറിച്ചൊക്കെയുള്ള വിശദീകരണം നിങ്ങൾ ഈ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് വായിക്കണം അല്ലേ? ഫ്രീഡം അറ്റ് മിഡ് നൈറ്റിൽ ലാരി കോളിൻസും ഡൊമിനിക് ലാംബിയറും എഴുതിയ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റിൽ പറയുന്നു, ചെറു സംഘങ്ങളായി രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും പട്ടിണിക്കോലങ്ങളായിട്ടുള്ള കറുത്ത മനുഷ്യർ ഉറുമ്പിനെ പോലെ അരിച്ചു വരികയാണ്. അവരുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു. അപ്പോ ആ ആഗസ്റ്റ് 15 വരികയാണ്. ആഗസ്റ്റ് 15-ന്റെ മുമ്പ് നമ്മൾ ഓർക്കേണ്ടത്, നമ്മളൊരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഡിസംബർ 13-ന് ആരവതരിപ്പിച്ചിട്ടുണ്ട്? നെഹ്റു അവതരിപ്പിച്ചിട്ടുണ്ട്. അത് അംഗീകരിച്ചു. ജനുവരി 22-ന് അംഗീകരിച്ചു. ആ നോക്കൂ, ആ ഡേറ്റും കണക്റ്റഡാ. ആ ഡേറ്റ് എങ്ങനെ കണക്റ്റഡ്? നിങ്ങൾ നോക്കൂ, ഡിസംബർ 23-ന് ഒരു മാസം നിങ്ങളുടെ കലണ്ടർ ഒന്ന് മറിക്കൂ. ഒരു മാസം കലണ്ടർ മറിച്ചാൽ അത് ജനുവരി 23-ൽ വന്ന് നിൽക്കില്ലേ? ആ ജനുവരി 23-ന് തൊട്ട് മുന്നേക്കൊന്ന് നോക്കൂ, അത് ജനുവരി 22 അല്ലേ? ആ ജനുവരി 22-ന് ലക്ഷ്യപ്രമേയം അംഗീകരിക്കുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സെഷന്റെ സമ്മേളനം അവസാനിച്ച ഡിസംബർ 23-ന് ശേഷം ഒരു മാസം കഴിഞ്ഞാൽ നമുക്കറിയാം അത് ജനുവരി 23-ആണ്. ആ ജനുവരി 23-ന്റെ പിറകോട്ടൊന്ന് പോയാൽ ജനുവരി 22-ആണ്. ആ ജനുവരി 22-നാണ് ലക്ഷ്യപ്രമേയം അംഗീകരിച്ചു. ചോദിച്ചിട്ടുണ്ട്, ലക്ഷ്യപ്രമേയം അംഗീകരിച്ചു. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കൂ. ഈ ഫ്ലോ ചാർട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കൂ. ഇത് കാണാതെ മെല്ലെ മെല്ലെ നിങ്ങൾ കുറയ്ക്കും. അതൊരു രസകരമായ വഴിയാണ്, ഒരു കളി. ആ ലക്ഷ്യപ്രമേയം അപ്പം നമ്മൾ 1947 ജനുവരിയിലേക്ക് പോവുകയാണ്. 1947 ജനുവരി മാസം. എന്താണ് ജനുവരി മാസം ആദ്യം നടക്കുന്ന സംഭവം എന്ന് നമുക്ക് നോക്കാം. 1947 ജനുവരി മാസം എന്ത് നടക്കുന്നു? 1947 ജനുവരി മാസം 22-ാം തീയതി, ജനുവരി 22, ലക്ഷ്യപ്രമേയം അംഗീകരിച്ചു. ജനുവരി 22-ന് മറ്റെന്തെല്ലാം സംഭവങ്ങളാണ് ജനുവരിയിൽ നടന്നത്? വേറെ ഒന്നും നിങ്ങൾ ഓർക്കേണ്ട. നിങ്ങൾ ആഗസ്റ്റ് 15-ലേക്ക് ചാടിയാൽ മതി.
ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആഗസ്റ്റ് 15 പോവുകയാണ്. ഇന്ത്യയിലെ ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽ നിന്ന് ഉറുമ്പുകളെ പോലെ പട്ടിണിക്കോലങ്ങളായിട്ടുള്ള മനുഷ്യർ, ഉറുമ്പുകളെ പോലെ വരിയായി അവരുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ വാർത്തയറിഞ്ഞ് ഡൽഹിയിലേക്ക് നീങ്ങുന്നുണ്ട്. ദൂരെ നിന്ന് നോക്കിയാൽ ഉറുമ്പ് വരുന്നത് പോലെയാണ് തോന്നുക. കാരണം ബ്രിട്ടൻ ഭരിച്ചു പാപ്പരാക്കിയ ഒരു കാലത്ത് പോർച്ചുഗീസുകാര്, ഡച്ചുകാര്, ബ്രിട്ടീഷുകാര്, ഫ്രഞ്ചുകാര്, അല്ലെ, ഇന്ത്യക്കാർ വന്ന ക്രമം, പോഡാ ബീഫെ എന്ന് പറയുന്ന അവര് വന്ന സമ്പന്നമായ ഇന്ത്യ, ആ സമ്പന്നമായ ഇന്ത്യയിൽ ഒട്ടനവധി വിദേശികൾ വന്നു, മുഗളന്മാർ വന്നു, അവരെ ഇന്ത്യ സ്വീകരിച്ചു, അവർ ഇന്ത്യക്കാരായി. ഒട്ടനവധി ഇന്ത്യൻ രാജാക്കന്മാർ ഭരിച്ചു. വിജയനഗര സാമ്രാജ്യം ഉണ്ടായിരുന്നു, രജപുത്രന്മാരുണ്ടായിരുന്നു. അവർക്കെതിരെയൊന്നും ഇത്ര ശക്തമായ ചെറുത്തുനിൽപ്പുണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പിനുള്ള കാരണം എന്താണ്? 1757 പ്ലാസി യുദ്ധത്തിൽ ബംഗാളിൽ ആധിപത്യം തുടങ്ങി 1856 ആകുമ്പോഴേക്കും ഇന്ത്യ മുഴുവൻ വ്യാപിച്ച ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഏക ലക്ഷ്യം വരുമാനമുണ്ടാക്കുക, അതിനായി നികുതികൾ ഏർപ്പെടുത്തുക. 3 തരത്തിലുള്ള നികുതികൾ, ഓർത്തിരിക്കണം നിങ്ങളത്, അല്ലെ? ആ നികുതികൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അങ്ങനെ നികുതി വലിച്ചെടുത്ത് ഇന്ത്യ പാപ്പരായി. തങ്ങളുടെ ജീവിതത്തിന് ദുരിതത്തിന് കാരണം ബ്രിട്ടീഷ് ഭരണമാണെന്ന് തിരിച്ചറിഞ്ഞ ജനങ്ങൾ 1757 ബ്രിട്ടീഷ് ഭരണം തുടങ്ങിയ അന്നു മുതൽ ചെറിയ ചെറുത്തുനിൽപ്പുകൾ നടത്തിയിരുന്നു. ആ ചെറുത്തുനിൽപ്പുകൾക്ക് പിന്നീട് ഒരു സംഘടിത രൂപം വരുന്നത് 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്താണ്. 1757 ആരംഭിച്ച് 100 വർഷം കഴിയുമ്പോഴേക്കും 1857 ആകുമ്പോഴേക്കും ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ ജനത വെറുത്തു കഴിഞ്ഞിരിക്കുന്നു. ആ സമരം പരാജയപ്പെട്ടെങ്കിലും നമ്മുടെ രാജ്യത്തിനുണ്ടായ മറ്റൊരു മാറ്റം, ഇന്ത്യൻ ദേശീയത രൂപപ്പെട്ടു. ഇന്ന് കാണുന്ന ആധുനിക ഭൂപടത്തിൽ കാണുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ സംവിധാനം രൂപപ്പെട്ടത് അതിൻ്റെ ഭാഗമായിട്ടാണ്. ആ സമരം പരാജയപ്പെട്ടവെങ്കിലും അത് വിജയമായിരുന്നു. ഒരു PSCയിൽ നിങ്ങൾ പരിശ്രമിച്ച് പരാജയപ്പെട്ടാലും വിജയത്തിന്റെ തുടക്കമാണ്, അത് ഓർത്തിരിക്കുക. ക്ലിയർ? അപ്പൊ വിജയിച്ചേ അടങ്ങൂ എന്നുള്ള അതാണ്. നമുക്ക് ഒട്ടനവധി തോൽവികൾ ഉണ്ടാവാം, പക്ഷെ അത് വിജയത്തിന്റെ തുടക്കമാണ് എന്നോർക്കുക. ശ്രമം നിർത്തരുത്. നിരന്തരമായി ശ്രമിക്കുന്നവർക്കൊക്കെ PSC കിട്ടിയിട്ടുണ്ട്. പക്ഷെ പഠിക്കുമ്പോൾ സ്മാർട്ടായിട്ട് പഠിക്കണം. ഇതുപോലെ ഭരണഘടനയൊക്കെ ഉറച്ചു പോകണം, മാത്സ് പഠിച്ചു പോകണം, ഇംഗ്ലീഷ് പഠിച്ചു പോകണം. എൻ്റെ ക്ലാസ്സുകൾ നമ്മൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന് നമ്മുടെ ടെലിഗ്രാം ചാനലിലൊക്കെ ചേരുക. ജനുവരി 22, ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമാണ്. ആഗസ്റ്റ് 14 ഒരു പ്രത്യേകതയുണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട്. എന്താ ആഗസ്റ്റ് 14 പ്രത്യേകത? ഭരണഘടനാ നിർമ്മാണ സഭ നിയമനിർമ്മാണ സഭയായിട്ട് മാറുന്നത് ആഗസ്റ്റ് 14 ഭരണഘടനാ നിർമ്മാണ സഭ നിയമനിർമ്മാണ സഭയായിട്ട് മാറുന്നത് എന്നാണ്? ആഗസ്റ്റ് 14 ഭരണഘടനാ നിർമ്മാണ സഭ എന്തായിട്ട് മാറുന്നു? നിയമനിർമ്മാണ സഭയായിട്ട് മാറുന്നു. ആഗസ്റ്റ് 29, ആഗസ്റ്റ് മാസം നമ്മൾ ഓർക്കുമ്പോൾ 14 ഓർക്കണം, 15 ഓർക്കണം, ഇനി 29, നേരത്തെ ഒരു 9 ഉണ്ട്. ആ 9 കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ട രണ്ടാമത്തെ 9 ആഗസ്റ്റിലാണ്. നോക്കൂ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു നോക്കൂ. ഡിസംബർ 9 46 ഓർത്താൽ ഇനി രണ്ടാമത്തെ ഒരു 9 ഓർക്കേണ്ടത് അത് ആഗസ്റ്റിലാണ്. അത് ആഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിക്കപ്പെടുന്നു. നമുക്കറിയാം നമ്മുടെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ഭരണഘടനയ്ക്ക് വിവിധ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അതിലെ പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? അംബേദ്കർ ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് 2 ധാരകൾ ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഗാന്ധി പറഞ്ഞ ഒരു വാക്ക് PSCക്ക് വരില്ലെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. വിദ്യാഭ്യാസം മോശത്തിനുതകുന്നതാകണം. ഞാൻ ഗാന്ധിയനൊന്നും അല്ലട്ടാ, പക്ഷെ ഗാന്ധിയെ നമ്മൾ ഓർക്കേണ്ട പല സന്ദർഭങ്ങളും ഉണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു, മഹാനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ നമുക്ക് പകർത്താൻ പറ്റുമോ? എൻ്റെ അഭിപ്രായത്തിൽ പകർത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. ഗാന്ധിയന്മാർ പറയും സിമ്പിളാണ് എന്നുള്ളത്. അപ്പൊ ഞാൻ ഗാന്ധിയൻ എന്നല്ല, ഗാന്ധിയാണ് ലോകത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഗാന്ധിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഗാന്ധി ഇന്ത്യക്കാർ മറക്കാൻ പറ്റില്ല. എല്ലാവരും ഗാന്ധിയാണെങ്കിൽ ഈ നാട് പാൽപ്പായസം തന്നെയായിരിക്കും, സംശയമില്ല. ഇപ്പോൾ ഗാന്ധിയെ പറയുന്നു വിദ്യാഭ്യാസം മോശത്തിനുതകുന്നതാവണം. ഈ PSC പഠനവും നിങ്ങളുടെ മോശത്തിനുതകുന്നതാകണം. ഗാന്ധി പറഞ്ഞതുപോലെ അത് മരണാനന്തരമുള്ള മോക്ഷമല്ല, ആന്തരികവും ബാഹ്യവുമായ എല്ലാ പാരതന്ത്ര്യങ്ങളിൽ നിന്നുമുള്ള മോക്ഷമാണ്. വളരെ പ്രധാനമാണതേ. ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് 2 ധാരകളുണ്ട്. ഒരു ധാര എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് അടിമത്വത്തിൽ നിന്ന് നമ്മുടെ മുഖം വലിച്ചെറിയാനുള്ള അവർക്കെതിരെയുള്ള സമരം. മറ്റൊന്ന് ആന്തരിക സമരം, അല്ലെ?
ഖുർആനിൽ ജിഹാദ് എന്ന് പറയുന്നത് പോലെ ആത്മവിശുദ്ധിയും അവനവനോടുള്ള ഒരു യുദ്ധം, അവനവനെ കറക്റ്റ് ചെയ്യാനുള്ള യുദ്ധം. ഇന്ത്യക്കാരെന്തായിരുന്നു കറക്റ്റ് ചെയ്യേണ്ടത്? ജാതിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ ചോദിക്കും, ആരുടെ വാക്കാ? അല്ല, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ ആരുടെ വാക്കാണ്? ശ്രീനാരായണ ഗുരുവിന്റെ. ജാതി വ്യവസ്ഥ കൊണ്ട് സങ്കീർണമായ ഒരു ഇന്ത്യ. കണ്ടാൽ ദോഷം, അധകൃതനായ ഒരാളെ കണ്ടാൽ ദോഷം, അധകൃതൻ എന്ന് പേര് ചമർത്തിക്കൊണ്ട് അവർക്കെതിരെയുള്ള യുദ്ധം കൂടിയായിരുന്നു ഇന്ത്യയിലെ ദേശീയ സമരം. അതുകൊണ്ട് ഗാന്ധി കസ്തൂർബ ഗാന്ധിയെ കൊണ്ട് തോട്ടിപ്പണി ചെയ്യിപ്പിച്ചിട്ടുണ്ട്. താൻ പ്രവർത്തിക്കുന്ന സമരസ്ഥലത്തെ സ്ത്രീകൾക്ക് ശുചിത്വം ബോധിപ്പിക്കുന്നതിന് വേണ്ടി അവർ ഇട്ട മലം ബക്കറ്റിലാക്കി കസ്തൂർബ ഗാന്ധിയെ കൊണ്ട് തലയിൽ ചുമലിൽ ഏൽപ്പിച്ച് അതെന്ത് ചെയ്തു? വളമാക്കി മാറ്റിയിട്ടുണ്ട് ഗാന്ധി. ഗാന്ധി വെറുതെ അല്ല എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞത്. ഗാന്ധിയെ പോലെയുള്ള ഒരാളിനെ ഇനി ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വരും ലോകം അത്ഭുതപ്പെടും എന്നാണ് ഐൻസ്റ്റീൻ അദ്ദേഹത്തിന്റെ മരണവാർത്ത കേട്ട് പറഞ്ഞത്, അല്ലേ? അപ്പോ ഗാന്ധി പറഞ്ഞത് എന്താ? നമ്മൾക്ക് രണ്ട് തരത്തിലുള്ള സ്വാതന്ത്ര്യം വേണം. PSC കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ഒന്ന്, ആന്തരികമായ നിങ്ങളുടെ ഭയത്തിൽ നിന്നുള്ള നിങ്ങൾക്ക് മോക്ഷം കിട്ടണം. PSC കിട്ടുമോ? മുൻകാല ചോദ്യങ്ങൾ റെഡിയാവുമോ? ഞാൻ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങളാണോ വരിക? ഇങ്ങനെ നിങ്ങളൊരു ഭയത്തിലാണ്. ആ ഭയത്തിൽ നിന്ന് നിങ്ങൾ മുക്തി നേടണം. ആ മുക്തി നേടിയാലേ PSC കിട്ടൂ. നിങ്ങൾ നിങ്ങളുടെ സാധ്യതയുള്ള സ്ഥലത്താണ് നിങ്ങൾ ചെയ്യേണ്ടത്. നോക്കൂ, ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നാളെയോ മറ്റന്നാളോ നിങ്ങൾ ടെലിഗ്രാമിൽ ഞാൻ അതിടുണ്ട്. 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന് പറയുന്ന സ്റ്റീഫൻ ആർ കോവേ എന്ന ആളുടെ പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട്. ഗാന്ധിയുടെ അതേ തത്വങ്ങൾ അതിൽ പറയുന്നുണ്ട്. നമ്മൾ ഭയത്തിൽ നിന്നാണ് മോചിതനാവേണ്ടത്. നിങ്ങൾക്ക് സാധ്യതയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? എൻ്റെ ഓർമ്മശക്തി കൂട്ടാൻ പറ്റുമോ? ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന കാര്യമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം. പക്ഷെ സർക്കാരിൻ്റെ നയങ്ങളോ ചോദ്യങ്ങൾ ഏതു വരുമെന്നോ ഒന്നും തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വാധീനിക്കാൻ പറ്റില്ല. അതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കി വെക്കുക. കിട്ടും, കിട്ടാണ്ടിരിക്കില്ല. അപ്പം മോക്ഷത്തിന് ഉതകുന്നതായിരിക്കണം നിങ്ങളുടെ PSC പഠനം. നിങ്ങളുടെ മോക്ഷം എന്ന് പറഞ്ഞാൽ സർക്കാർ ജോലിയാണ്. അതിന് ആന്തരികമായ മോക്ഷം വേണം ആദ്യം. ബാഹ്യമായ ഘടകങ്ങളാണ് ഈ ക്ലാസ് അതുപോലുള്ള സാധനങ്ങളൊക്കെ മേടിച്ചെടുക്കുക എന്നുള്ളത്. സോ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആഗസ്റ്റ് 29-നാണ്, രണ്ടാമത്തെ 9. അതിൽ 7 അംഗങ്ങളാണ്. അംബേദ്കറാണ്. അംബേദ്കറെ പോലെയുള്ളവർ നേടിയെടുത്ത വിജയം നിങ്ങൾ ഓർക്കണം. അംബേദ്കർ എങ്ങനെയാ? നിങ്ങൾ ആരെന്തു പറഞ്ഞാലും നിങ്ങളൊക്കെ ഇന്ന് അനുഭവിക്കുന്നതിനേക്കാൾ എത്രയോ അവഗണനയിലുള്ള ഒരാളാണ്. ലോകത്തെ ഏറ്റവും ബൃഹത്തായ ഭരണഘടന എഴുതിയുണ്ടാക്കിയത്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ നിലനിർത്തുന്നത് ഗാന്ധിയും ആ ഭരണഘടനയുമാണ്, അല്ലാതെ വേറെ ആരുമല്ല. അംബേദ്കർ എഴുതി തയ്യാറാക്കിയ ഭരണഘടന അത് ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടനയാണ്. ആ ഭരണഘടനയും ലോകത്തെ ഇത്രമാത്രം ജനങ്ങളെ, നാനാ വൈവിധ്യങ്ങളുള്ള ജനങ്ങളെ ഒരൊറ്റ നൂലിൽ കോർത്ത ഗാന്ധിയും ചേർന്നാണ് ഈ ആധുനിക ഇന്ത്യയെ ഇതുപോലെ ജനാധിപത്യ രീതിയിൽ നമുക്ക് തന്നത്. അപ്പോ അംബേദ്കർക്ക് അത്രയൊക്കെ പഠിച്ച് വക്കീലായി ഈ ഭരണഘടന നിർമ്മിക്കാൻ പറ്റാവുന്ന ഒരാളായി ഉയരാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ പരിമിതികൾ നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും? തരണം ചെയ്യാൻ പറ്റും. അപ്പൊ ആഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമനം, 7 അംഗങ്ങൾ അംബേദ്കർ. അത് കഴിഞ്ഞാൽ നവംബർ 17 നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നവംബർ 9. ഇതോ നവംബർ 17. 8 ദിവസം കൂട്ടിയാൽ മതി. ആദ്യത്തെ നവംബർ 9 8 ദിവസവും 1 വർഷവും കൂട്ടിയാൽ നവംബർ 17 നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനമായി. അല്ലാതെ ആഗസ്റ്റിലല്ല. ആഗസ്റ്റ് 14 എന്തായിട്ട് മാറി? അത് നിയമനിർമ്മാണ സഭയായിട്ട് മാറി. സോ 1947 എന്നുള്ള വർഷം ഭരണഘടനാ നിർമ്മാണ സഭ നിയമനിർമ്മാണ സഭയായി മാറുന്നതും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപവൽക്കരിക്കുന്ന വർഷവുമായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടണം. സോ നമുക്ക് നോക്കാം. അവിടെ നമുക്കറിയാം അടുത്തത് അവിടെ എന്ത് വന്നു? ജനുവരി 22-ന് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചാൽ പിന്നെ നിങ്ങൾ ആഗസ്റ്റിലേക്ക് ഒരു ചാട്ടം ചാടുക. എന്തിലേക്കാ ചാട്ടം ചാടേണ്ടത്? ആഗസ്റ്റിലേക്ക് ചാടിയാൽ നിങ്ങൾക്ക് അവിടെ എന്തെല്ലാം കാണാം? ആഗസ്റ്റിലേക്ക് ചാടിയാൽ നിങ്ങൾ അവിടെ ഓർക്കേണ്ടത് 14 സ്വാതന്ത്ര്യത്തിന്റെ അർദ്ധരാത്രി. അതിന് ഭരണഘടനാ നിർമ്മാണ സഭ
നിയമനിർമ്മാണ സഭയായി മാറി. അത് കഴിഞ്ഞാൽ 15 സ്വാതന്ത്ര്യദിനം. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 15 കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ടത് ആഗസ്റ്റ് മാസത്തിൽ തന്നെ, നിങ്ങൾ ഓർക്കേണ്ട വല്ല ഡേറ്റ് ഉണ്ടോ? ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾ ഓർക്കേണ്ട ഡേറ്റ് ഉണ്ടോ? ഉണ്ട്. അതേതാ ഡേറ്റ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നാ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി മറന്നുപോയോ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നാ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. എന്നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപവൽക്കരിക്കപ്പെടുന്നത് ആഗസ്റ്റ് 29. ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഒരു 9 ഓർക്കേണ്ടത് ആഗസ്റ്റ് മാസത്തിലാണ്. രണ്ടാമത്തെ 9 ആഗസ്റ്റ് മാസത്തിലെ ആ രണ്ടാമത്തെ 9 എത്രയാണ്? 29. രണ്ടാമത്തെ 9 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപവൽക്കരിക്കപ്പെടും. അത് കഴിഞ്ഞാലോ വീണ്ടും പോണം. വീണ്ടും നമ്മൾ നവംബറിലേക്ക് പോണം. ആ നവംബറിൽ എന്താ നടക്കുന്നത്? നവംബർ മാസം. ആ നവംബർ മാസം എത്രാം തീയതി? നേരത്തെ നവംബർ 9 8 കൂട്ടിയാൽ 17 കിട്ടും. നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം. ഭരണഘടനാ നിർമ്മാണ സഭ നിയമനിർമ്മാണ സഭയായി മാറി. അതിൻ്റെ ആദ്യ സമ്മേളനം നടക്കുകയാണ്. സിമ്പിൾ അല്ലേ ഡേറ്റുകൾ? അടുത്ത ഭാഗത്തേക്ക് നമുക്കൊന്ന് പോവാം. ഇനി എന്താണ് സംഭവിച്ചത്? ഇനി എന്താണ് ചരിത്രത്തിന്റെ അല്ലേ ഒരു രഹസ്യമായി കിടക്കുന്ന, നമ്മൾ അറിയാതെ കിടക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം. GV മാവുലങ്കർ ആദ്യ സ്പീക്കർ. GV മാവുലങ്കർ ആദ്യ സ്പീക്കർ. അതുകൂടി നിങ്ങൾ അവിടെ ഓർത്തിരിക്കണം. GV മാവുലങ്കർ എന്തായി മാറുകയാണ്? ആദ്യ സ്പീക്കറായി മാറുകയാണ്. GV മാവുലങ്കർ ആദ്യത്തെ സ്പീക്കർ അവിടെയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അത് എന്താണ്? GV മാവുലങ്കർ ആണ്. GV മാവുലങ്കർ. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോ 1948 പ്രവേശിക്കുകയാണ്. 46 കഴിഞ്ഞു, 47 കഴിഞ്ഞു, ഇനി 48 പ്രവേശിക്കുകയാണ്. 48 എന്താണ് നടക്കുന്നത്? 48 ഫെബ്രുവരി, ഒക്ടോബർ, വീണ്ടും നവംബർ. നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടി നവംബർ തന്നാ അല്ലേ? ഫെബ്രുവരി, ഒക്ടോബർ, നവംബർ. 48 ഫെബ്രുവരിയിൽ എന്താ നടക്കുന്നത്? ആദ്യ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നു. ഭരണഘടനയ്ക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വന്നു. കരട് തയ്യാറാക്കുന്ന കമ്മിറ്റി. ആ ഡ്രാഫ്റ്റ് കമ്മിറ്റി വരുന്നു. അതിന്റെ ആദ്യ ഡ്രാഫ്റ്റ് ഫെബ്രുവരിയിൽ. രണ്ടാം ഡ്രാഫ്റ്റ്, ആദ്യ ഡ്രാഫ്റ്റ് തയ്യാറാക്കി പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നു. ആദ്യ ഡ്രാഫ്റ്റ് തയ്യാറാക്കി പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. രണ്ടാം ഡ്രാഫ്റ്റ് ഒക്ടോബറിൽ രണ്ടാം ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ചു. പൊതുജന നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തി. ഒക്ടോബർ കഴിഞ്ഞാൽ നവംബറിലേക്ക് വരിക. ഫസ്റ്റ് റീഡിംഗ്. അംബേദ്കർ അവസാന ഡ്രാഫ്റ്റ് അവതരിപ്പിച്ചു. അതിനെ ആദ്യ വായന എന്ന് പറയും. ആദ്യ വായന, അംഗങ്ങൾക്കിടയിൽ ആദ്യ വായന അവതരിപ്പിച്ചു. സോ അവിടെ നിങ്ങൾ 2 മാസങ്ങളും 1 ദിവസവുമാണ് ഓർക്കേണ്ടത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നവംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭ നിയമനിർമ്മാണ സഭയായതിനു ശേഷം അതിൻ്റെ ആദ്യ സമ്മേളനം നവംബർ 17. അത് കഴിഞ്ഞാൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അതിൻ്റെ ആദ്യ ഡ്രാഫ്റ്റിന്റെ ആദ്യത്തെ റീഡിംഗ്, അത് നവംബർ മാസത്തിലാണ്. 4-ാം തീയതിയാണ് ആദ്യ റീഡിംഗ് വരുന്നത്. സോ ഫെബ്രുവരി, ഒക്ടോബർ, നവംബർ 4. ഫസ്റ്റ് റീഡിംഗ്, ആദ്യ ഡ്രാഫ്റ്റ് എവിടെയാ? ഫെബ്രുവരി മാസം പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നു. ഒക്ടോബർ രണ്ടാം ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു, പൊതുജന നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി. നവംബർ 4 ഫസ്റ്റ് റീഡിംഗ്, അംബേദ്കർ ഫസ്റ്റ് റീഡിംഗ് അവതരിപ്പിക്കുന്നു. സോ 1948 എന്നുള്ള കൊല്ലവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? എന്തിനാ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോണത്? ഇതിൽ 5 മാർക്കുണ്ട്. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോകണം. ചരിത്രം പഠിക്കണമെങ്കിൽ എന്തെല്ലാം പഠിക്കണം? നിങ്ങൾ ഇന്ത്യ ചരിത്രം, കേരള ചരിത്രം, ലോക ചരിത്രം പഠിച്ചാലാണ് സെയിൽസ് അസിസ്റ്റന്റ് LDC മെയിൻ 5 മാർക്ക് കിട്ടുക. ഇന്ത്യ ചരിത്രവും അതേസമയം മെയിൻസിന് അതല്ല. ഇന്ത്യ ചരിത്രവും മറ്റേ കേരള ചരിത്രവും പഠിച്ചാൽ നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടും. നോക്കൂ, ഇന്ത്യ ചരിത്രം, കേരള ചരിത്രം, ലോക ചരിത്രം പഠിച്ചാൽ പഠിക്കേണ്ടെന്നല്ല ഞാൻ പറയണത്. നിങ്ങൾക്ക് ആകെ 5 മാർക്കാ കിട്ടുക. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ ഹിസ്റ്ററി ക്ലാസ് നിരന്തരം കാണുന്ന ആളുകൾ എന്തെല്ലാം പഠിക്കണം അവിടെ? ചില്ലറ കാര്യമല്ല, പഠിച്ചെടുത്തേ പറ്റൂ. പക്ഷേ അതിനോടൊപ്പം ഭരണഘടനയും കൂടി നോക്കി നോക്കൂ. നിങ്ങളുടെ മാർക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ പെട്ടെന്ന് കയറുന്നത് കാണാം. ഭരണഘടന, എക്കണോമിക്സ്, ഇതൊക്കെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. ഇംഗ്ലീഷ്, മലയാളം ഒന്നും ഒഴിവാക്കി വിടരുത്. ഇതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഒക്കെ ലേണബിളാണ്. നിങ്ങളുടെ തോന്നലാണ് എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല എന്ന്. ഓക്കെ, ഏതൊരാൾക്കും പഠിച്ചെടുക്കാൻ പറ്റും.
അപ്പൊ 1948 നമ്മൾ ഓർത്തിരിക്കേണ്ട ദിവസങ്ങൾ ഏതെല്ലാമാണ്? അല്ല, മാസങ്ങൾ ആദ്യം ഓർത്തു വെക്കാം. 1948 നിങ്ങൾ ഫെബ്രുവരിയും ഒക്ടോബറുമാണ് ആദ്യം ഓർത്തിരിക്കേണ്ടത്. ഏതെല്ലാമാണ് ആദ്യം ഓർത്തിരിക്കേണ്ടത്? ഫെബ്രുവരിയും ഒക്ടോബറും. 1948 ഫെബ്രുവരിയിൽ എന്താണ് നടക്കുന്നത്? ഫെബ്രുവരിയിൽ ആദ്യ ഡ്രാഫ്റ്റ്, ഫസ്റ്റ് ഡ്രാഫ്റ്റ് അത് പത്രങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തി. അത് കഴിഞ്ഞാൽ ഫെബ്രുവരി കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ടത് ഒക്ടോബർ ആണ്. എന്താണ് ഒക്ടോബറിൽ നടക്കുന്നത്? ഒക്ടോബറിൽ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് ഡ്രാഫ്റ്റ്, പൊതുജനങ്ങളുടെ അഭിപ്രായം കൂടി ഉൾപ്പെടുത്തി സെക്കൻഡ് ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ചു. അത് കഴിഞ്ഞ് ആദ്യ റീഡിംഗ്, അതേതാ? അത് നവംബർ 4. ആദ്യ റീഡിംഗ് നടക്കുന്നത് നവംബർ 4. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംബേദ്കർ ആദ്യ റീഡിംഗ് നടത്തുന്നു. ഭരണഘടനയുടെ ആദ്യ വായന, ആദ്യ റീഡിംഗ് നടക്കുന്നു. സോ ഏതാണ് 1948 ഓർക്കേണ്ടത്? ഫെബ്രുവരി ഓർക്കണം. അത് അവിടെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ടത് ഒക്ടോബർ ആണ്. സെക്കൻഡ് ഡ്രാഫ്റ്റ് പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് നവംബർ 4. സോ നവംബറിനെ ഓർക്കുമ്പോൾ, ആദ്യകാലങ്ങളിൽ ഓർക്കുമ്പോൾ നവംബർ 9 46 അതെന്താ? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം. നവംബർ 17 8 ദിവസം, ഒരു വർഷവും കഴിഞ്ഞാൽ, ഒരു വർഷവും 8 ദിവസവും കൂട്ടിയാൽ നവംബർ 17 എത്തും. നവംബർ 17 ഭരണഘടനാ നിർമ്മാണ സഭ നിയമനിർമ്മാണ സഭയായി മാറിയതിനു ശേഷമുള്ള ആദ്യ സമ്മേളനം. അത് കഴിഞ്ഞാൽ 48 നവംബർ 4 എന്താണ്? അത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംബേദ്കർ ഫസ്റ്റ് റീഡിംഗ്, ഭരണഘടനയുടെ ഫസ്റ്റ് റീഡിംഗ് അവതരിപ്പിക്കുന്നു. ഇനി നമുക്ക് പോകേണ്ടത് ഏത് വർഷത്തേക്കായിരിക്കും? ഇനി 48 കഴിഞ്ഞാൽ നമുക്കറിയാലോ കൊല്ലം ഏതാ? 48 കഴിഞ്ഞാൽ കൊല്ലം 49 ആണ്. 1949 അവിടെയും വരുന്നുണ്ട് ഒക്ടോബർ. 49 ഒക്ടോബർ വരുന്നുണ്ട്. ഒക്ടോബർ 17 സെക്കൻഡ് റീഡിംഗ്. ആ 17 എവിടെ വന്നിട്ടുണ്ട്? ഇപ്പൊ പറയുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ തോന്നും. പക്ഷെ മെല്ലെ മെല്ലെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഈ ടൈം ലൈൻ ഇടയ്ക്കിടയ്ക്ക് വരച്ചാൽ നിങ്ങളുടെ മനസ്സിൽ കൺഫ്യൂഷൻ ഇല്ലാതെ വരും. ഒക്ടോബർ 17 ഒരു 17 രണ്ടാമത്തെ 17 വന്നിട്ടുണ്ട്. അത് ആഗസ്റ്റ് മാസത്തിലാണ്. ആഗസ്റ്റ് മാസത്തിലെ രണ്ടാമത്തെ 17ന്റെ പ്രത്യേകത എന്താണ്? രണ്ടാമതൊരു 7 വരും? അല്ല, രണ്ടാമതൊരു 7ആണ്, 27. കണ്ടുവോ? ആ 27ഉം ഇവിടുത്തെ 17 ഓർക്കുക. ആ രണ്ടാമത്തെ 7 27 എന്താ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപവൽക്കരിച്ചതാ. അത് കഴിഞ്ഞാൽ ഒക്ടോബർ 17 49 ഒക്ടോബർ 17 പ്രത്യേകത സെക്കൻഡ് റീഡിംഗ്. ഇപ്പൊ ഫസ്റ്റ് റീഡിംഗ് എന്ത് ചെയ്യുന്നു? നവംബർ 4. ഏതു മാസം? 48. പിന്നെ ഒരു വർഷം ഇങ്ങോട്ട് ചാടുന്നു. പക്ഷെ ഒരു മാസം മുമ്പ് ഒക്ടോബർ മാസത്തിൽ ഒക്ടോബർ 17 സെക്കൻഡ് റീഡിംഗ് പൂർത്തിയായി. വിശദമായ ചർച്ച, ഭേദഗതികൾ. നവംബർ 14 തേർഡ് റീഡിംഗ്. നവംബർ 26 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ചു. ഇനി എളുപ്പ, ഇനി നിങ്ങൾക്ക് കിട്ടാവുന്ന ഡേറ്റുകളേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. എന്താണ് 49 സംഭവിച്ചത്? 1949 വർഷം പുതിയ വർഷത്തിലേക്ക് പറന്നു. 1949 അവിടെയും ഓർക്കേണ്ട ആദ്യത്തെ മാസം ഒക്ടോബർ മാസമാണ്. അവിടെയും ഓർക്കേണ്ട മാസം, ആദ്യ മാസം ഏതാണ്? ഒക്ടോബർ മാസമാണ്. ഒക്ടോബർ മാസത്തിൽ എന്താണ് നടക്കുന്നത്? ഒക്ടോബർ 17 ഒക്ടോബർ 17 ഭരണഘടനയുടെ സെക്കൻഡ് റീഡിംഗ്. ഭരണഘടനയുടെ സെക്കൻഡ് റീഡിംഗ്, വിശദമായ ചർച്ചകൾ. ഒക്ടോബർ 17 ഭരണഘടനയുടെ സെക്കൻഡ് റീഡിംഗ് നടക്കുന്നു. സെക്കൻഡ് റീഡിംഗ്. എനിക്കറിയാം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ട്. മെല്ലെ മെല്ലെ നിങ്ങൾക്കത് കൈ കയറും. സെക്കൻഡ് റീഡിംഗ് നടക്കുന്നു, വിശദമായ ചർച്ചകൾ നടക്കുന്നു. അത് കഴിഞ്ഞാൽ ഒക്ടോബർ കഴിഞ്ഞാൽ നിങ്ങൾ എവിടേക്കാണ് ചാടേണ്ടത്? നവംബർ മാസത്തിലേക്ക്. നവംബർ 14 തേർഡ് റീഡിംഗ്. ഭരണഘടനയ്ക്ക് 3 വായനയുണ്ടായിട്ടുണ്ട്. അടുത്തത് തേർഡ്. നവംബർ 14 അത് തേർഡ് റീഡിംഗ്. സോ 48 നവംബർ 4 ഫസ്റ്റ് റീഡിംഗ്.
48 നവംബർ 14 ഫസ്റ്റ് റീഡിംഗ്, 49 ഒക്ടോബർ 17 സെക്കൻഡ് റീഡിംഗ്, നവംബർ 14 തന്നെ തേർഡ് റീഡിംഗ്. നവംബർ 4 ഫസ്റ്റ് റീഡിംഗ്, നവംബർ 14 തേർഡ് റീഡിംഗ്. നവംബർ 4 എന്താ? നവംബർ 4 ഫസ്റ്റ് റീഡിംഗ്. നോക്കൂ, അവിടെ ഒരു കണക്ഷൻ കണ്ടുവോ? നവംബർ 4 ഫസ്റ്റ് റീഡിംഗ്, അടുത്ത വർഷം നവംബർ 14 സെക്കൻഡ് റീഡിംഗ്. ആദ്യ വായന നവംബറിൽ കഴിഞ്ഞു, രണ്ടാമത്തെ വായന ആ 1 കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വായന അടുത്ത 4 നവംബർ 14. അതിനിടയിൽ സെക്കൻഡ് റീഡിംഗ് നടന്നിട്ടുണ്ട്, അത് ഒക്ടോബർ 17 തീയതിയാണ്. കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ റീഡിംഗ് നടന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് റീഡിംഗ് നവംബർ 4, സെക്കൻഡ് റീഡിംഗ് അത് ഒക്ടോബർ 17, തേർഡ് റീഡിംഗ് വീണ്ടും നവംബർ 14. ഇപ്പൊ 4, 14, 17 ഈ ഡേറ്റുകളാണ് ഓർക്കേണ്ടത്. നവംബർ, ഒക്ടോബർ, നവംബർ. നവംബറിൽ നിന്ന് ഒന്ന് പിറകോട്ട് പോയി, ഒക്ടോബർ വീണ്ടും നവംബറിലേക്ക് ചാടി. ഉണ്ടോ? അങ്ങനെ പോയി. നവംബറിൽ നിന്ന് പോയി, പിറകോട്ട് പോയി, വീണ്ടും നവംബറിലേക്ക്. അങ്ങനെയൊക്കെ പലതരത്തിൽ കണക്ഷൻ ഉണ്ടാക്കി വെക്കുക. ഇപ്പോ ഭരണഘടനാ നിർമ്മാണ സഭയുടെ റീഡിംഗ് കഴിഞ്ഞ് നവംബർ 26 ഭേദഗതികളോടൊക്കെ അത് അംഗീകരിച്ചു. തേർഡ് റീഡിങ്ങില് ഒടുക്കം നവംബർ 26 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ നിയമനിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ചു. ഇനി എളുപ്പമുള്ള കൊല്ലങ്ങളാണ്. ഇനി എളുപ്പം കഴിഞ്ഞു. ഇതേ ഭാഗമുള്ളൂ. ഇതാണ് തീയതികൾ, നിങ്ങൾ ഓർത്തിരിക്കട്ടെ. ഇതിൽ കുറേ തീയതികളൊക്കെ നിങ്ങളുടെ മനസ്സ് കയറിയെന്ന് എനിക്കറിയാം. കുറച്ചെണ്ണത്തിൽ കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ പറഞ്ഞതുപോലെ ഈ ടൈം ലൈനും ഉണ്ടാക്കിയിട്ട് അയക്കുക. ഈ നവംബർ 26 നമ്മൾ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നു. നവംബർ 26 ഇതുകൊണ്ട് തന്നെ നമ്മൾ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നു. ഇനി 1950 ജനുവരി 24 എന്താ? അവസാന സമ്മേളനമാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ. 1950 ജനുവരി 26 പ്രത്യേകത എന്താ? ഭരണഘടന നിലവിൽ വന്നു, ഇന്ത്യ റിപ്പബ്ലിക്കായി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം 1950 എന്തിനാണ്? ജനുവരി 24 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നു. ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നതോടുകൂടി ഇന്ത്യ റിപ്പബ്ലിക്കായി. എന്താ റിപ്പബ്ലിക്ക്? തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണത്തലവൻ രാഷ്ട്രത്തലവനായി മാറുന്ന രാജ്യത്തെയാണ് റിപ്പബ്ലിക് എന്ന് പറയുക. അപ്പോഴേക്കും ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്ന ആള് ആ സ്ഥാനത്ത് രാഷ്ട്രപതി വന്നു, തെരഞ്ഞെടുക്കപ്പെട്ട ആളായി. അതുവരെ ഗവർണർ ജനറൽമാരും വൈസ്രോയും പിന്നീട് ഗവർണർ ജനറലുമായിരുന്ന ഇന്ത്യയുടെ രാഷ്ട്രീയ ഹെഡ്, തലവൻ, ഇപ്പോ ഈ ഭരണഘടന വന്നതോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ട ആളായി മാറുകയാണ്. അതിനെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇപ്പൊ ഭരണഘടന നിലവിൽ വന്ന നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ച നവംബർ 26 നമ്മൾ നിയമദിനമായും, അതേസമയം ഭരണഘടന നിലവിൽ വന്ന 1950 ജനുവരി 26 നമ്മൾ എന്തായിട്ടും ആഘോഷിക്കുന്നു? റിപ്പബ്ലിക് ഡേ ആയിട്ടും ആഘോഷിക്കുന്നു. അത് മാറിപ്പോകരുത്. സോ എന്താണ് വന്ന കാര്യങ്ങൾ? എന്താണ് അവിടെ വന്ന കാര്യങ്ങൾ? അപ്പോ നമുക്കറിയാം 49 നവംബർ 26 നിയമദിനമാണ്. ഭരണഘടന അംഗീകരിച്ച നവംബർ 26. എന്നാൽ 1950 നിങ്ങൾ രണ്ട് ദിനമാണ് ഓർത്തിരിക്കേണ്ടത്. ഒന്ന് രണ്ടും ജനുവരി മാസത്തിലാണ്. ഒന്ന് 24 അവസാന സമ്മേളനം ഭരണഘടനാ നിർമ്മാണ സഭയുടെ. മറ്റൊന്ന് 26 അതെന്താണ്? ഭരണഘടന നിലവിൽ വന്നു came into existence. ഇന്ത്യക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആളായി രാഷ്ട്രത്തലവൻ, രാഷ്ട്രപതി വരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു രാഷ്ട്രത്തലവൻ വന്നതുകൊണ്ട് ഇന്ത്യ റിപ്പബ്ലിക്കായിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ അത് ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആകുന്നു. ഭരണഘടനയുമായി ബന്ധപ്പെട്ട ദിനങ്ങൾ അവസാനിച്ചു. ഇനി നമുക്ക് പോകാനുള്ളത് എവിടേക്കാണ്? ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതാ പ്രാതിനിധ്യത്തിലേക്ക് പോകണം. ഓക്കെ, അപ്പൊ ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അതും കൂടി പറയാം. 1930 ജനുവരി 26 അതാണ് ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ ദിനം. എന്താ അതിന്റെ കാരണം?
അതോർക്കുമ്പോൾ ചരിത്രത്തിലേക്കൊന്ന് പോകണം. അതോർക്കുമ്പോൾ നിങ്ങൾ ചരിത്രത്തിലേക്ക് പോകണം. എന്താണ് ആ ചരിത്രത്തിലേക്ക് പോകേണ്ടത്? 1929 ലാഹോറിൽ ഒരു കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുന്നുണ്ട്. ആ ലാഹോറിൽ കോൺഗ്രസ് സമ്മേളനം നടക്കുമ്പോൾ അതിനൊരു പ്രാധാന്യമുണ്ട്. എന്താണ് പ്രാധാന്യം? നമുക്കറിയാം 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ വെച്ച് രൂപീകരിക്കപ്പെടുമ്പോൾ ആ കോൺഗ്രസ് എന്ന് പറയുന്നത് അതിന് ചെറിയ ആവശ്യങ്ങളാണുള്ളത്. ഭരണം ഒന്ന് നന്നാക്കണേ എന്ന് ബ്രിട്ടീഷുകാരോട് അപേക്ഷിക്കാനുള്ള സംഘടനയായിരുന്നു. ആ സംഘടനയിൽ കുറെ വക്കീലന്മാരാണ് ഉണ്ടായിരുന്നത്. വക്കീലന്മാർക്ക് ഒഴിവുള്ള ഞായറാഴ്ചകളിലാണ് ആ സമ്മേളനം നടന്നിരുന്നത്. അതുകൊണ്ട് അതിനെ ഞായറാഴ്ച കോൺഗ്രസ് എന്ന് പറയും. അന്നത്തെ കോൺഗ്രസിനെ ഞായറാഴ്ച കോൺഗ്രസ് എന്ന് പറയും. കാരണം വലിയ കേമന്മാരായിട്ടുള്ള വക്കീലന്മാരാണ് അതിൽ വരിക. പക്ഷേ ആ കോൺഗ്രസിന്റെ ജനകീയ സ്വഭാവം തുടങ്ങുന്നത് ഗാന്ധി കോൺഗ്രസിൽ എത്തുന്നതോടുകൂടിയാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഗാന്ധി നാടാകെ നടന്ന് സാധാരണക്കാരോടൊപ്പം ചേർന്ന് ചമ്പാരനിൽ പോലെ, ഖേദയിലെ പോലെ, അഹമ്മദാബാദിലെ പോലെ നിരവധി ചെറു സമരങ്ങൾ ഏറ്റെടുത്ത് ഇന്ത്യയിലെ ബഹുജനത്തെ കോൺഗ്രസിലേക്ക് ആകർഷിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം എന്ന് പറയുന്നത് 1920 ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ പ്രസ്ഥാനമാണ്. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് നടത്തിയ കൂട്ടക്കൊല, ആ കൂട്ടക്കൊല ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഗാന്ധിയുടെ നിലപാടിൽ വലിയ മാറ്റം വരുത്തുകയാണ്. 1920 എന്തുണ്ടാവുകയാണ്? നിസ്സഹകരണ പ്രസ്ഥാനം വരുന്നു. ആ നിസ്സഹകരണ പ്രസ്ഥാനമാണ് ഇന്ത്യയിലൊട്ടാകെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ചോദിക്കും. 1920 കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആ പ്രക്ഷോഭം ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിർത്തിവെക്കുന്നുണ്ട്. 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അതും ഗാന്ധിയുടെ നേതൃത്വത്തിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സമരമായിരുന്നു 1942 ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ 3 പ്രധാനപ്പെട്ട ബഹുജന സമരങ്ങളാണ്. 1942 ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരമാണ്. 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 1929 വരെ പൂർണ്ണ സ്വരാജ് എന്നുള്ള ഒരു ആശയം ഇന്ത്യയെമ്പാടും അലയടിക്കുന്നുണ്ടെങ്കിൽ പോലും അത് കോൺഗ്രസ് ഒരു പ്രമേയമായി അംഗീകരിച്ചിരുന്നില്ല. 1929 ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം അംഗീകരിക്കുന്നത്. ആ പൂർണ്ണ സ്വരാജ് പ്രമേയം അംഗീകരിച്ചത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഭാഗമായി 1930 ജനുവരി 26 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കാനും ഇന്ത്യയൊട്ടാകെ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം പൂർണ്ണ സ്വരാജിന് വേണ്ടി തുടങ്ങാനും തീരുമാനിച്ചു. ആ ജനുവരി 26 നമ്മൾ എന്തായിട്ട് തെരഞ്ഞെടുക്കുന്നത്? പിന്നീട് നമ്മുടെ റിപ്പബ്ലിക് ആവുന്ന ഭരണഘടന അംഗീകരിക്കുന്ന, ഭരണഘടന കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്, ഭരണഘടന നിലവിൽ വരുന്ന എന്തായിട്ട് മാറ്റുന്നത്? ദിവസമാക്കി മാറ്റുന്നത്. അതോർത്തിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് പറയുന്നത്? 1930 ജനുവരി 26 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ ദിനം. 1929 ഡിസംബർ 31 ലാഹോർ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം. 1950 ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിട്ട് ഇന്ന് ആഘോഷിക്കുന്നു. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരുന്നു. സോ ആ വർഷം ആ കാര്യങ്ങളും നിങ്ങൾ ആലോചിക്കണം. നിരന്തരം PSCക്ക് ചോദിക്കുന്ന ഒന്നാണ്. അതെന്താണ്? 1929 ആ 29 ലാഹോർ സമ്മേളനം. ആരാണ് അധ്യക്ഷൻ? ചോദിച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു. എന്താണ് പ്രത്യേകത? പൂർണ്ണ സ്വരാജ് പ്രമേയം. ആ പൂർണ്ണ സ്വരാജ് പ്രമേയത്തിന്റെ ഭാഗമായി എന്തുണ്ടായി? ആ പൂർണ്ണ സ്വരാജ് പ്രമേയത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് 1930 ജനുവരി 26 അത് 1ാം സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിക്കുന്നു. 1ാം സ്വാതന്ത്ര്യ ദിനം. അത് കൂടാതെ തന്നെ അതിന്റെ ഭാഗമായി ഉണ്ടായ മറ്റൊന്നാണ്. എന്താണ് അത്? ഗാന്ധിയുടെ നേതൃത്വത്തിൽ എന്ത് ആരംഭിക്കുന്നു? സിവിൽ നിയമലംഘന പ്രസ്ഥാനം.
ആ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ഉപ്പു നിയമത്തിനെതിരായി ഗാന്ധി എന്ത് ചെയ്യുന്നത്? ഉപ്പു നിയമം ലംഘിക്കുന്നതിന് വേണ്ടി ഗാന്ധി ദണ്ഡിയാത്ര നടത്തുന്നത്. നിയമലംഘന പ്രസ്ഥാനം, ഉപ്പു നിയമം ലംഘിക്കൽ, ദണ്ഡിയാത്ര കേരളത്തിൽ നടക്കുന്നുണ്ട്. കേളപ്പന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് വടകരയും കണ്ണൂർ പയ്യന്നൂരും നടക്കുന്നുണ്ട്. പയ്യന്നൂരിൽ കേളപ്പൻ, കോഴിക്കോട് അബ്ദുറഹിമാൻ സാഹിബ്. ഓർത്തിരിക്കുക. എന്നാണ് ഈ ലാഹോർ സമ്മേളനത്തിൽ പ്രമേയം, പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കുന്നത്? 1929 ഡിസംബർ മാസം എത്രാം തീയതി ആയിരിക്കും? 1929 ഡിസംബർ മാസം 31-ാം തീയതി. ഓർത്തിരിക്കാൻ എളുപ്പം. അവസാനത്തെ ദിവസമാണ് ലാഹോറിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കുന്നത്. അത് ഓർത്തിരിക്കണം. അതാണ് അവിടെ പ്രധാനമായും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്. അത് പരീക്ഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഏറ്റവും വലിയ ഹോട്ട് ക്വസ്റ്റ്യൻ ആണ്. നവംബർ 26 ഭരണഘടനാ ദിനമാണ്. അത് 1949 നവംബർ 26-ന് ഭരണഘടന അംഗീകരിച്ചത് കൊണ്ടാണ്. നമ്മൾ പഠിച്ചു. ഭരണഘടന അംഗീകരിച്ചത് കൊണ്ടാണെന്നുള്ളത്. ഇന്ന് ഭരണഘടനാ ദിനമാണത്, അല്ലെങ്കിൽ ദേശീയ നിയമദിനം. ഭരണഘടനാ ദിനം എന്നും പറയാറുണ്ട്, ദേശീയ ദിനം എന്നും പറയാറുണ്ട്. 1930 സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ്. ഇനി നമുക്ക് മലയാളി പ്രതിനിധികളിലേക്ക് വരാം. മലയാളി പ്രതിനിധികൾ 17 ആളാണ്. 17 എവിടെയൊക്കെ ഓർക്കണം നമ്മൾ? എവിടെയൊക്കെയാണ് 17 ഓർക്കേണ്ടത്? ഇതിനു മുമ്പ് 17 വന്നിട്ടുണ്ടോ? 2-7 വന്നിട്ടുണ്ട് ആഗസ്റ്റ് 27-ന്. ആഗസ്റ്റ് 27-ന്റെ 2-7 ഏതാണത്? അത് 1947 ആഗസ്റ്റ് 27 ആ ആഗസ്റ്റ് 27 എന്ന് പറയുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നതാണ്. ചെറിയ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും മെല്ലെ മെല്ലെ കയറുന്നുണ്ട് അല്ലേ? 27 എന്തോ ഒരു ബന്ധമുണ്ടെന്ന്. അങ്ങനെ തന്നെയാണ്, മെല്ലെ മെല്ലെ കയറും. ഇത് നോട്ട് എടുക്കുക, കിസ് ചെയ്യുക, ഇടയ്ക്ക് നോട്ട് വായിക്കുക, നിങ്ങളുടേതായ രീതിയിൽ ടൈം ലൈനൊക്കെ വരച്ച് വെക്കുക, മെല്ലെ മെല്ലെ എന്നിട്ട് നോട്ട് നോക്കുക, കറക്റ്റ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ മതി, ഒറ്റയടിക്ക് ചെയ്യണ്ട. PSC എന്ന് പറഞ്ഞാൽ മാരത്തൺ ആണ്. PSC ഒരിക്കലും എന്തല്ല, സ്പ്രിന്റ് അല്ല, വേഗം ഓടി തീർക്കേണ്ടതല്ല. സാവധാനം ഒരേ പേസിൽ ഓടേണ്ടതാണ്. പെർസിസ്റ്റൻസ്, സ്ഥിരതയാണ് PSC കിട്ടുന്നതിൻ്റെ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഞാൻ തുടർച്ചയായി ഇനി പ്രസിദ്ധീകരിക്കും. നമ്മുടെ ടെലിഗ്രാം ചാനലിലെത്തുക. എന്താണ് PSC, എങ്ങനെയാണ് ഇപ്പോൾ സ്റ്റീഫൻ ആർ കോവേ തുടങ്ങിയിട്ടുള്ള ആളുകളുടെയൊക്കെ പുസ്തകങ്ങളിൽ നിന്ന് എങ്ങനെ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് നടത്താം, എങ്ങനെ നമ്മുടെ മനസ്സിനെ നമുക്ക് എഞ്ചിനീയർ ചെയ്യാം. മൈൻഡ് എഞ്ചിനീയറിംഗ് വളരെ പ്രധാനമാണ് PSCക്ക്. ടെൻഷൻ എങ്ങനെ ഒഴിവാക്കാം, പരീക്ഷാ ഹാളിൽ നമുക്കതെങ്ങനെ ഒഴിച്ചു മാറ്റാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ആർട്ടിക്കിളിൽ പഠിക്കാം, അല്ല ആ ലേഖനത്തിൽ പഠിക്കാം. നമ്മുടെ ബ്ലോഗിലായിരിക്കും, ഞാൻ ടെലിഗ്രാമിൽ പങ്കുവയ്ക്കും. അതിനോടൊപ്പം ആക്ടിവിറ്റി ഉണ്ടാവും, വെറുതെ തരികയല്ല, നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റാവുന്ന, അതിൽ തന്നെ ചെയ്തു നോക്കാൻ പറ്റാവുന്ന, നിങ്ങളുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ പറ്റാവുന്ന ചില ടൂളുകളൊക്കെ ഞാൻ അതിൽ ചേർക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നിങ്ങൾ ആ ആർട്ടിക്കിളൊക്കെ വരുമ്പോൾ അഭിപ്രായം പറയണം. അപ്പോൾ 17, ആ 17ന്റെ പ്രത്യേകത എന്താ? 17 ഉണ്ട്. അതേത് 17? നവംബർ 17. നവംബർ 4 ഓർക്കുക, ഒന്നാമത്തെ റീഡിംഗ്. എന്നാ നവംബർ 4 ഒന്നാമത്തെ റീഡിംഗ് വരുന്നത്? നവംബർ 4 ഒന്നാമത്തെ റീഡിംഗ് വരുന്നത് 1947. അത് കഴിഞ്ഞാൽ നമ്മൾ റീഡിംഗ് പഠിച്ചിട്ടുണ്ട് അല്ലേ? റീഡിങ്ങിലേക്കൊന്ന് പോവാം, നമ്മൾ എടുത്തു നോക്കണ്ടേ? ആ റീഡിങ്ങിലേക്ക് പോകുമ്പോൾ 3 റീഡിംഗ് നടന്നിട്ടുണ്ട്. നവംബർ, ഒക്ടോബർ, വീണ്ടും നവംബർ. നവംബർ 4, നവംബർ 14, ഫസ്റ്റും ലാസ്റ്റും. അതിൽ ഒക്ടോബർ 17 ആ 17 വരുന്നത്. ആ 17 വീണ്ടും കണക്ട് ചെയ്താൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി പ്രാതിനിധ്യം എന്ന് പറയുന്നത് എത്ര ആളുകളായിരുന്നു? 17 ആളുകളായിരുന്നു. 17 ആളായിരുന്നു. അന്ന് നമുക്കറിയാം ഭരണഘടന നിലവിൽ വരുമ്പോൾ കേരളം രൂപീകരിക്കപ്പെട്ടിട്ടില്ല. കേരളം പിന്നീടാണ് രൂപീകരിക്കപ്പെടുന്നത്. അന്ന് കേരളം തിരുവിതാംകൂറും കൊച്ചിയും, അതുപോലെ തന്നെ തിരുകൊച്ചി വന്നിട്ടുണ്ട്. തിരുകൊച്ചിയും അതുപോലെ തന്നെ എന്തുമായിട്ട് കിടക്കുകയാണ്? മലബാറും വ്യത്യസ്ത പ്രവിശ്യകളായിട്ട് കിടക്കുകയാണ്. അത് മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമാണെന്ന് മലബാർ. തിരുവിതാംകൂറിൽ നിന്ന് 6 ആളുകളാണ് പങ്കെടുത്തത്. തിരുവിതാംകൂറിൽ നിന്ന് എത്ര ആളുകൾ? 6 ആളുകൾ. പട്ടംതാണുപിള്ള, ആർ ശങ്കർ, PS നടരാജപിള്ള, ആനി മസ്ക്രീൻ. ഓർക്കണം, ഇടയ്ക്കിടയ്ക്ക് വരും. KA മുഹമ്മദ്, PT ചാക്കോ. ഇതാണ് തിരുവിതാംകൂറിൽ നിന്ന് പങ്കെടുത്തവർ. ഈ പേര് ഓർത്തു വെച്ചേ പറ്റൂ, മുഴുവൻ മാർക്ക് കിട്ടണമെങ്കിൽ. പട്ടംതാണുപിള്ള, ആർ ശങ്കർ, PS നടരാജപിള്ള, ആനി മസ്ക്രീൻ, KA മുഹമ്മദ്, PT ചാക്കോ. നിർബന്ധമായും കിട്ടേണ്ട മാർക്കാണെങ്കിൽ ആനി മസ്ക്രീൻ ഓർക്കുക. തിരുവിതാംകൂറിലെ വനിതാ പ്രാതിനിധ്യം ആനി മസ്ക്രീൻ.
പട്ടം താണിപ്പിള്ളയുണ്ട്, ആർ ശങ്കർ ഉണ്ട്, PS നടരാജപിള്ളയുണ്ട്, ആനി മസ്ക്രീൻ ഉണ്ട്, KA മുഹമ്മദ് ഉണ്ട്, PT ചാക്കോയുണ്ട്. നിങ്ങൾ കഥയുണ്ടാക്കുക ഇതിൽ നിന്ന്. എങ്ങനെയാ കഥ ഉണ്ടാക്കേണ്ടത്? പട്ടം ശങ്കറുണ്ട്, നടരാജനുണ്ട്, ആനി മസ്ക്രീൻ ഉണ്ട്, KA മുഹമ്മദ് ഉണ്ട്, PT ചാക്കോയുണ്ട്. അപ്പൊ ചാക്കോ എന്ന് പറഞ്ഞാൽ ചാക്ക്. ചാക്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാക്ക്. പട്ടത്തിന് എന്ത് വേണം? നൂല് വേണം. അപ്പൊ ചാക്ക് അടിച്ചെടുത്തിട്ട് അടുത്ത പഴയ ചാക്ക് കണ്ടിട്ടില്ലേ എന്ന് നമുക്ക് നൂലാക്കി എടുക്കാം. ഒരു കുട്ടി ചാക്ക് അടിച്ചെടുത്തത് അതുകൊണ്ട് നൂലാക്കി മാറ്റി. ആ നൂലിൽ ഈ പട്ടം കയറ്റി. അപ്പോൾ ചാക്കും പട്ടവുമായി. ആ കുട്ടിയുടെ പേര് മുഹമ്മദാണ്. മുഹമ്മദ് എന്നുള്ള കുട്ടിയാണ് ചാക്ക് എഴുതിയിരിക്കുന്നത്. അവൻ കത്തി നോക്കി കിട്ടാനില്ല, ബ്ലേഡ് നോക്കി കിട്ടാനില്ല, വളരെ ദരിദ്രമായ സാഹചര്യത്തിലാണ്. പക്ഷെ അവനൊരു ആണി കിട്ടി. ആ ആണി കൊണ്ട് മെല്ലെ മെല്ലെ അവൻ എന്ത് ചെയ്തു? അതിൻ്റെ നൂല് ഇങ്ങനെ എടുത്തു. നിങ്ങളുടെ മനസ്സിൽ കാണണം, മുഹമ്മദ് ആണി കൊണ്ട് അതിലെ നൂല് മെല്ലെ മെല്ലെ എടുത്തു, ചാക്കിലെ നൂല് മെല്ലെ മെല്ലെ എടുത്തു, എന്നിട്ട് അതിൽ പട്ടം കെട്ടി. ഓക്കെ, പട്ടം കെട്ടി അത് പറപ്പിച്ചു. പറപ്പിച്ചപ്പോൾ അവന് ഉള്ളിൽ വലിയ സന്തോഷം തോന്നി. ഉള്ളിൽ സന്തോഷം തോന്നി എന്താ ചെയ്യുക? നടനം ചെയ്യും, നൃത്തം ചെയ്യും. അല്ലെ കുട്ടികൾ? തുള്ളിച്ചാടും. ഒരു രാജാവിനെ പോലെ തുള്ളിച്ചാടി. ആര്? പിള്ള. ഈ ചെറിയ കുട്ടി. പിള്ള എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടി. നടരാജപിള്ള തുള്ളിച്ചാടി. PS നടരാജപിള്ള. ഇനിയോ അവിടെ ഒരു ശങ്കരൻ വരുന്നുണ്ട്. അപ്പോ അവനതിന്റെ തുടക്കത്തിൽ ശങ്കർ ഉണ്ടായിരുന്നു നടക്കുമെന്നും ഇപ്പൊ അവൻ വിജയിച്ചിരിക്കുന്നു. ഞാൻ നോക്കൂ, ഞാൻ തമാശ പറയില്ല, ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയ കഥയാണ്. ഇതെങ്ങനെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്? നമ്മുടെ മനസ്സിൽ രണ്ട് തരത്തിലുള്ള എന്തുണ്ട്? തോട്ട്സ് ഉണ്ട്. രണ്ട് തരത്തിൽ നമുക്ക് ചിന്തിക്കാം. നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു പോവാം. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമാണ്. രണ്ട് തരത്തിൽ ചിന്തിക്കാം. ഒന്ന് നമ്മൾ പറയുക, ആ ചിന്തയെ പറയുക, നമ്മൾ ഡൈവേർജന്റ് തോട്ട് എന്ന് പറയും. ഒരു തോട്ട് എന്ന് പറഞ്ഞാൽ ഡൈവേർജന്റ് ആണ്. മറ്റൊരു തോട്ട് എന്ന് പറഞ്ഞാൽ കൺവേർജന്റ് ആണ്. ഇത് രണ്ടും PSC പരീക്ഷയ്ക്ക് വേണം. കൺവേർജന്റ് എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് വരുന്ന സാധനം പഠിക്കണം. ആ പഠിക്കുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്കൊരു നിശ്ചയം വേണം. ഞാൻ ഇന്ന് എത്ര നേരം പഠിക്കും, നിങ്ങളുടെ സാധ്യതയ്ക്ക് അനുസരിച്ചിട്ട് ഇന്ന് എത്ര മാത്രമേ എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഇതൊക്കെ കൺവേർജന്റ് തോട്ടിൽ വരുന്നതാണ്. ഡൈവേർജന്റ് അതല്ല. സ്വപ്നം കാണുന്നേ, ജോലി കിട്ടുന്ന സ്വപ്നം. വെറും സ്വപ്നം കാണൽ മാത്രം ആവരുതിട്ട, പണി കിട്ടുവേ. ആ സ്വപ്നത്തിന്റെ മുകളിൽ അവസാനിക്കും. പലർക്കും ഉണ്ടാവുന്ന പ്രശ്നം അതാണ്. ഒരിക്കലും നിങ്ങൾക്ക് മോട്ടിവേഷനേക്കാൾ നല്ലത് ചിട്ടയുണ്ടാവുക എന്നാണ്. ഡിസിപ്ലിൻ ആണ് മോട്ടിവേഷനെക്കാട്ടിലും ബെസ്റ്റ്. അതാണ് വർക്ക് ചെയ്യുക. പക്ഷെ മോട്ടിവേഷൻ വേണം, പക്ഷെ എപ്പോഴും അല്ല. അതിന് വേണ്ടതാണ് ഡൈവേർജന്റ്. ഭാവന, ചിറക് വിടർത്തട്ടെ ഭാവന. എവിടെയൊക്കെ സ്വപ്നം കാണാൻ, രാവിലെ എണീറ്റ് എനിക്ക് സർക്കാർ ജോലി കിട്ടിയതായിട്ടും ആ വിഷയം നാട്ടുകാരോട് പറയുന്നതായിട്ടും നാവുകൊണ്ട് മുണ്ടരുതിട്ട്, ആ വീട്ടിലോട് പോലും പറയരുതേ. മനസ്സ് കടക്കണം, കാണണം. നിങ്ങൾ പഠിക്കാൻ തന്നെത്താൻ തീരുമാനിക്കും. നെഗറ്റീവ് കിട്ടോ കിട്ടില്ലെന്ന് ഉണ്ടാവും. ഉടൻ വെറുതെ സങ്കല്പിക്കുക ഡൈവേർജന്റ് ആയി. നോട്ട് ഉണ്ടാക്കുമ്പോൾ കഥകൾ ഉണ്ടാക്കണം. പഴയ കാലത്തേക്ക് പോകണം. നിങ്ങൾ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്ത് നിങ്ങൾ എന്തെല്ലാം കഥകൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ആനുണ്ട്, എൻ്റെ മകളാണ് വെച്ചാൽ പറഞ്ഞിട്ടുണ്ട്, ആനുണ്ട്, പോലീസുകാരനാണ് എൻ്റെ അച്ഛൻ. അവളുടെ ഭാവന പറയും. ഇന്ന് പറയോ? പറയില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അങ്ങനത്തെ കഥകൾ ഉണ്ടാക്കണം. അതുപോലെ കഥകൾ ഉണ്ടാക്കണം. എന്നിട്ട് മനോഹരമായ ക്രയോൺ പേനകൾ മേടിച്ചു വെക്കണം. എന്നിട്ട് നിങ്ങളുടെ നോട്ടിൽ ആ ചിത്രം വരച്ചു വെക്കണം. നിങ്ങൾ ഒഴിഞ്ഞ സമയത്ത്, PSC പഠിക്കുന്ന സമയത്തല്ല. നിങ്ങളുടെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളോട് പറയണം ആ കഥ. നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നത് ഇവിടെ ആരാണ്? മുഹമ്മദ് എന്നുള്ള കുട്ടിയാണ്. ആ മുഹമ്മദ് എന്നുള്ള കുട്ടി എന്ത് ചെയ്യുകയാണ്? ചാക്കിൽ നിന്ന് നൂലെടുക്കുകയാണ്. മുഹമ്മദ് ചാക്കിൽ നിന്ന് നൂലെടുക്കുകയാണ്. നിങ്ങൾ ഒരിക്കൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഞാനാണ് കഥ ഉണ്ടാക്കിയത്, ഇത് നിങ്ങളാ കഥ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ചാക്ക് നിങ്ങൾ ഇങ്ങനെ ഇതാ, നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു ചാക്ക് വരച്ച് വെക്കുക. ഞാൻ ഇപ്പം എനിക്ക് പറ്റാവുന്ന ഒരു ചാക്ക് വരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ ചാക്ക്. ആ ചാക്കിൽ നിന്ന് മുഹമ്മദ് എന്നുള്ള കുട്ടി അതിൽ നിന്ന് ആണി കൊണ്ട്, നിങ്ങളുടെ ആണിയൊക്കെ കുറച്ച് വലുതായിക്കോട്ടെ, ആണി കൊണ്ട് നൂലെടുക്കുകയാണ്. ആ നൂൽ അവൻ കെട്ടിക്കൂട്ടി അവൻ അതൊരു പട്ടമാക്കി മാറ്റി. ഒരു പട്ടമാക്കി മാറ്റി. ഇങ്ങനെ വരയ്ക്കണം നിങ്ങൾ. ആ പട്ടമാക്കിയിട്ട് നിങ്ങൾക്ക് എന്നെക്കാട്ടും നന്നായിട്ട് വരയ്ക്കാൻ പറ്റും. ആ പട്ടമാക്കിയതിന് ശേഷം അവൻ എന്ത് ചെയ്തു? തുള്ളിച്ചാടി. മുഹമ്മദ് ആരെ പോലെ? ഒരു രാജാവിനെ പോലെ. അപ്പൊ രാജാവ് ഒരു രാജാവിനെ പോലെ. സോ നോക്കൂ, ആരെല്ലാം ഉണ്ട്? ചാക്കോ ഉണ്ട്. ആരുണ്ട്? മുഹമ്മദ് ഉണ്ട്. പട്ടം താണിപ്പിള്ള ഉണ്ട്. ആനി മസ്ക്രീൻ ഉണ്ട്.
നോക്കിയോ നിങ്ങൾ? ഞാൻ പറയണത് നിങ്ങൾ നോക്കുന്നുണ്ട്. തുള്ളിച്ചാടി നടരാജ പിള്ളയുണ്ട്. കഴിഞ്ഞടോ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ, ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി അംഗങ്ങൾ. അവിടെ ഭരണഘടനാ നിർമ്മാണ സഭയാണ് എന്നറിയാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവൻ വെട്ടിയുണ്ടാക്കിയ പട്ടം ഒരു പേപ്പർ കൊണ്ടാണ്. അത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ നിങ്ങൾ പഠിക്കുന്ന PSC ബുക്കിലെ അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട് കൊണ്ടാണ് ഈ മുഹമ്മദ് പട്ടം ഉണ്ടാക്കിയിട്ടുള്ളത്. കഴിഞ്ഞു. ആൻഡ് ദാറ്റ്സ് ആൾ. ഇങ്ങനെ നിങ്ങൾ ഡൈവേർജൻ്റ് ആയി അപ്പം നിങ്ങളുടെ കയ്യിൽ സന്തോഷം തരുന്ന ഒരുപാട് ഹോർമോൺ ഉണ്ടാവും. PSC പഠനം നിങ്ങൾക്ക് ആവേശകരമായിട്ട് മാറും. സോ നിങ്ങൾ നിങ്ങളുടെ പഴയ കാലത്തേക്ക് ഒന്ന് പോടൂ. ആ ചെറിയ കുട്ടിയാണ്. എന്നിട്ട് എന്തിനാണ് നമ്മൾ ഭാവനയിലല്ലേ ആ ക്രയോണൊക്കെ വരച്ച് ആ കളറുകളുടെ ലോകത്തേക്ക്, ഈ ടെൻഷൻ്റെയും സ്ട്രെസ്സിൻ്റെയും ഇടയിൽ സന്തോഷത്തിൻ്റെ ഒരു ഇത്തിരി നിമിഷങ്ങൾ. അത് നിങ്ങളുടെ കുട്ടികളോട് പറഞ്ഞാൽ മതി, സുഹൃത്തുക്കളോട് പറയാൻ നിൽക്കണ്ട. സ്ത്രീകൾക്ക് പരസ്പരം പറയാം, PSC പഠിക്കുന്നവരോടും പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയും പഠിക്കും. അപ്പം അത് ഓക്കെ. നമുക്ക് തിരിച്ചു പോകാം. തിരിച്ച് നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം ഇനി അവിടെ വരുന്നത് ആരാണ്? ഇനി അടുത്ത ഘടകം എന്ന് പറയുന്നത് കൊച്ചിയിൽ നിന്നാണ്. കൊച്ചിയിൽ നിന്ന് പനമ്പിള്ളി ഗോവിന്ദമേനോൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ പറയൂ, എന്ത് കഥയാണ് നിങ്ങൾ കൊച്ചിയിലെ ആൾക്ക് ഉണ്ടാക്കാൻ പോകുന്നത്? മദ്രാസ് മലബാറിൽ നിന്ന് അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും. ആനിമസ്ക്രീൻ അവിടെ ഉണ്ട്, ഇവിടെ അമ്മു സ്വാമിനാഥനുണ്ട്, ഇവിടെ ദാക്ഷായണി വേലായുധനുണ്ട്, പിന്നെ AK മേനോനുണ്ട്, P ബോക്കർ ഉണ്ട്, KTA മുഹമ്മദ് ഉണ്ട്, മുഹമ്മദ് ഇസ്മായിൽ ഉണ്ട്, P കുഞ്ഞിരാമനുണ്ട്, അബ്ദുൽ സത്താർ ഹാജി ഉണ്ട്, K മാധവനുണ്ട്. ഇത് നിങ്ങളുടെ കഥ എന്താണെന്ന് നിങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾക്ക് ഞാൻ വിട്ടുതരുന്നു. കാരണം ഞാൻ ഉണ്ടാക്കുന്ന കഥയേക്കാൾ നിങ്ങളുടെ മനസ്സിൽ നിൽക്കുക നിങ്ങൾ ഉണ്ടാക്കുന്ന കഥയാണ്. നോക്കൂ, നമുക്ക് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കും. നിങ്ങൾ വെറുതെ ഒന്ന് നോക്കിയാൽ മതി. ഇമോഷണൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്, അതിലൊരു കഥയുണ്ടെങ്കിൽ. നിങ്ങളൊരു സിനിമ കണ്ടാൽ അതിലെ കഥാപാത്രത്തെ മറക്കാറുണ്ടോ? ഓരോ സംഭവവും പറയില്ലേ? 2 മണിക്കൂർ പഠിച്ചത് ഡീറ്റെയിൽ ആയിട്ട് പറയില്ലേ? അതിലെ ഡയലോഗ് നിങ്ങൾ പറയില്ലേ? എന്തുകൊണ്ട് പറയുന്നു? അതിലൊരു കഥയുണ്ട്, ഇമോഷൻ ഉണ്ട്. നിങ്ങൾ വികാരിയസ് ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. വികാരിയസ് എന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണത്തിന്, നമ്മൾ പഠനത്തിൽ എപ്പോഴും നമ്മുടെ ഇൻവോൾവ്മെന്റ് വേണം. നമ്മൾ പഠിക്കുന്നത് അപ്ലൈ ചെയ്യണം. അതായത് നമ്മൾ സിനിമ കാണുമ്പോൾ, സിനിമയിൽ മോഹൻലാൽ ഇടിക്കുമ്പോൾ, മമ്മൂട്ടി ഇടിക്കുമ്പോൾ നമ്മൾ ഇടിക്കുകയാണ്. നമ്മളാണ് അവിടുത്തെ മോഹൻലാൽ, നമ്മളാണ് അവിടുത്തെ മമ്മൂട്ടി. എങ്ങനെ? ചെറുപ്പത്തിൽ നിങ്ങൾ അച്ഛനും അമ്മയും കളിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ വികാരിയസ് ആവുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ അച്ഛനും അമ്മയല്ല, പക്ഷെ നിങ്ങൾ ആ റോൾ എടുക്കുകയാണ്. ഇതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിങ്ങളുടെ റോള് ഇതുപോലെയുള്ള ഡൈവേർജൻ്റ് ആയിട്ട് ചിന്തിച്ചാൽ നിങ്ങളുടെ മനസ്സിലത് നിൽക്കും. നിങ്ങളുടെ കഥയുണ്ടാക്കൂ. അതിൽ ഓർക്കേണ്ടതാണ്, യുണൈറ്റഡ് പ്രോവിൻസിൽ നിന്നും കൂടി ഒരു മലയാളി ഉണ്ടായിരുന്നു. യുണൈറ്റഡ് പ്രോവിൻസിൽ നിന്ന്, ഇന്നത്തെ ഉത്തർപ്രദേശാണ് യുണൈറ്റഡ് പ്രോവിൻസ് എന്ന് പറയുന്നത്, ജോൺ മത്തായി. അപ്പൊ മലയാളി വനിതാ പ്രതിനിധികൾ ആരൊക്കെയാണ്? ആനി മസ്ക്രീൻ തിരുവിതാംകൂറിൽ നിന്നുള്ള ഏക വനിതാ പ്രതിനിധിയാണ്. അമ്മു സ്വാമിനാഥൻ മലബാറിൽ നിന്ന്, മലബാർ പ്രദേശത്തു നിന്നുള്ള ഏക വനിതാ പ്രതിനിധിയാണ്, ഏകല്ല. ദാക്ഷായണി വേലായുധനും മദ്രാസിൽ നിന്ന്, മദ്രാസ് എന്ന് പറഞ്ഞാൽ മലബാർ, അന്ന് ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യ SC/ST വനിതയാണ്. അതും കൂടി ഓർക്കണം ദാക്ഷായണി വേലായുധന്റെ കാര്യത്തിൽ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏക ദളിത് വനിതയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏക ദളിത് വനിതയാണ് ദാക്ഷായണി വേലായുധൻ. TYക്ക് വന്നത് എന്താ? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം, അധ്യക്ഷനായി ചേർന്നെടുത്ത ആദ്യ സമ്മേളനം നമുക്കറിയാം 1949 ഡിസംബർ 9. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത നമുക്കറിയാം, ഇതിൽ നിന്ന് വന്നാൽ ദാക്ഷായണി വേലായുധൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഡൽഹിയിൽ. പ്രധാന സംഖ്യകൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതിന്റെ ഡീറ്റെയിൽ അവിടെ ഉണ്ട്. എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. 2 വർഷം 11 മാസം 18 ദിവസം, ആകെ ചെലവായത് 64 ലക്ഷം, 165 സമ്മേളന ദിനങ്ങൾ, 11 ആകെ സെഷനുകൾ, ആദ്യം 389 നമ്പർ, പിന്നീട് 299 വിഭജിച്ചതിന് ശേഷം 17 മലയാളി വനിതകൾ, ആകെ 17 മലയാളി അംഗങ്ങൾ, അതിൽ 3 മലയാളി വനിതകൾ, 395 അനുച്ഛേദങ്ങളാണ് തുടക്കത്തിൽ. ഇനി വേദികളിലേക്ക് കൂടി കടക്കാം. വേദികൾ കൂടി കഴിഞ്ഞാൽ അടുത്ത ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഞാൻ എവിടെ തരാം നിങ്ങൾക്ക്, അത് നമുക്ക് എടുക്കാനുണ്ട്.
ഇതിൻ്റെ മൊത്തം ഒരു ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം, ഇവിടെ തികയില്ല. അപ്പോൾ അതിലെ പ്രധാന വേദികൾ, കയ്യെഴുത്തു പ്രതികൾ, പ്രത്യേക സമയവിവരങ്ങൾ, സ്മാരക വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു. ക്ലാസ്സുകൾ അവസാനം വരെ കണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടോ, ഈ രീതിയിൽ എന്തെങ്കിലും മാറ്റം വേണോ എന്നൊക്കെ പറയാതെ നമുക്ക് സാവധാനമായി പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഈ ഡേറ്റുകളും സാധനങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിൽക്കുള്ളൂ. ഓക്കെ, താങ്ക് യു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.